പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു. ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കുന്നത് എങ്ങനെ, ഇനിയുള്ള അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെ, അതുപോലെ ഇൻഡെക്സ് മാർക്ക് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നീ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇടതുവശത്ത് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ എന്നൊരു ഐക്കൺ കാണാം. അതിൽ പ്രസ് ചെയ്യുക. ലോഗിൻ ചെയ്യുവാനായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡുമാണ് വേണ്ടത്. അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് ഇവിടെ കാണുന്ന ലിങ്ക് വഴി അത് ലഭ്യമാക്കാവുന്നതാണ്. നമ്മൾ ലോഗിൻ എന്ന ലിങ്ക് വഴി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകുക. പാസ്വേഡ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഫർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്ക് വഴി പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൃത്യമായി നൽകി ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. പ്രൊഫൈൽ പേജിൽ വ്യൂ ഇൻഡെക്സ് മാർക്ക് എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്ര എന്നുള്ളത് ഇവിടെ കാണാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് 1ലേക്ക് പരിഗണിക്കുന്ന ഇൻഡെക്സും റാങ്ക് ലിസ്റ്റ് 2ലേക്ക് പരിഗണിക്കുന്ന ഇൻഡെക്സും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. ചിലർക്ക് ഇതിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് 1ലേക്ക് പരിഗണിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് അതായത് BA SLP കോഴ്സിലേക്ക് മാത്രമാണ്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന കോഴ്സിലേക്ക് വേണ്ടി മാത്രം. ബാക്കിയുള്ള എല്ലാ കോഴ്സുകളിലേക്കും വേണ്ടിയാണ് റാങ്ക് ലിസ്റ്റ് 1 എന്നതിൻ്റെ നേരെ നൽകിയിരിക്കുന്ന ഇൻഡെക്സ്. ഇനി നിങ്ങൾക്ക് ലഭിച്ച ഇൻഡെക്സിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസുകൾ നൽകിക്കൊണ്ട് ഈ കാണുന്ന മെയിൽ IDയിലേക്ക് നിങ്ങൾ ഒരു മെയിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ മെയിൽ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 20/7/2024 വൈകുന്നേരം 5 മണി വരെയാണ്. മെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നീ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന ഫോൺ നമ്പറും അതിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്കുള്ള ഇൻഡെക്സ് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ മുകളിൽ കാണുന്ന ഇടതുവശത്ത് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ നോർമലൈസ്ഡ് സ്കോർ എന്ന ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്ക് +2 2ാം വർഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ലഭിച്ച സ്കോർ കൃത്യമാണോ എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇൻഡെക്സ് 3 വിഷയങ്ങൾക്കും സെക്കൻഡ് ഇയറിൽ മാക്സിമം സ്കോർ 120 വരിക. റിട്ടൺ എക്സാമിനേഷൻ 60, പ്രാക്ടിക്കൽ എക്സാം 40, പിന്നെ 20 ഇൻറ്റേർണൽ സ്കോർ, അങ്ങനെ 120 വരും. ആ 120ൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ലഭിച്ചതിനെ ടോട്ടൽ ചെയ്ത് അതിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്കോർ ലഭിക്കുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്കുള്ള ഇൻഡെക്സ്. കൂടാതെ അതുതന്നെയായിരിക്കും ഏറ്റവും അവസാനം ഇവിടെ നോർമലൈസ്ഡ് സ്കോർ എന്നതിൻ്റെ നേരെ നൽകിയിട്ടുള്ളത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ലഭിച്ചതിനെ ടോട്ടൽ ചെയ്താൽ ലഭിക്കുന്ന സ്കോർ ആയിരിക്കും നിങ്ങൾക്ക് ഇൻഡെക്സ് ആയി വന്നിരിക്കുന്നത്. പക്ഷേ CBSE ICSE പോലുള്ള സ്ട്രീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിച്ച സ്കോറും ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്ന സ്കോറും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നതാണ്. അവർക്കുള്ള +2ലെ സ്കോർ നോർമലൈസ് ചെയ്യാനായി ഒരു പ്രത്യേക ഫോർമുല യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ഇൻഡെക്സ് മാർക്കിൽ വ്യത്യാസം വരുന്നത്. LBSൻ്റെ അടുത്ത ഘട്ടം, ഇനിയുള്ള ഘട്ടം ഈ ഇൻഡെക്സ് സ്കോറിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാനുള്ള സൗകര്യമാണ്. അതിനുള്ള ഡേറ്റ് 20/7/2024 വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം ലഭിക്കുക. ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായി ഓരോ കോളേജുകളും ഏതൊക്കെ കോളേജുകളാണുള്ളത്, എത്ര സീറ്റുകളാണുള്ളത് എന്നതിൻ്റെ കോളേജ് കോഴ്സ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. ഇൻഡെക്സ് മാർക്ക് നെക്സ്റ്റ് വീക്കിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് LBSൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് പ്രകാരം അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ റാങ്ക് ലിസ്റ്റ് കൂടി വരേണ്ടതുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാങ്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് റിസർവേഷൻ കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു കമൻറ്റിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ, ഉറപ്പുണ്ടോ അല്ലെങ്കിൽ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ആ ഒരു വീഡിയോയുടെ താഴെയായിട്ട് മറുപടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ഇൻഡെക്സിന് ഏത് റാങ്ക് ആയിരിക്കും ഈ വർഷം വരിക എന്നുള്ള കാര്യം നമുക്ക് തീർത്ത് പറയാൻ വേണ്ടി സാധിക്കുന്നതല്ല.
റാങ്ക് വന്നാൽ മാത്രമേ ഉള്ള സീറ്റിനനുസരിച്ച് അഡ്മിഷൻ ഉണ്ടോ, അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഏറെക്കുറെ പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ അതുപോലെ മറ്റ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.